5 മണിക്കൂറിൽ കൂടുതൽ ലേറ്റ് ആയിട്ട് ഓടുന്ന സന്ത്രാഗച്ചി ചെന്നൈ AC സൂപ്പർ ഫാസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ അവസാനത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മൾ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് പിടിക്കാനുള്ളൊരു മിഷനിലാണ്. കിട്ടുമോ ഇല്ലോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഒരു 140 കിലോമീറ്റർ മുന്നേ ആണ് ഇപ്പോൾ ധൻബാദ് ഉള്ളത്. അപ്പോൾ കിട്ടുമോ ഇല്ലോ നമുക്ക് ഈ വീഡിയോ കാണാം. കിട്ടിയാൽ ഇന്ന് രാത്രി പോകാം വീട്ടിൽ, അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ ആവും അടുത്ത വണ്ടി. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ കടന്നിരിക്കുകയാണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ആണ് ഇത്ര നേരം. അപ്പോൾ അനകപ്പള്ളയിൽ എന്നൊരു സ്ഥലം കഴിഞ്ഞു. ഇത് വിജയവാഡ ഡിവിഷനാണ് കേട്ടോ. പുറകിൽ 2 വണ്ടി വേറെ എക്സ്ട്രാ വരുന്നുണ്ട്. അത് കയറിപ്പോകുന്നൊന്നും അറിയത്തില്ല. ആ നെൽപ്പാടത്തിന് നടുക്ക് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ഉരുട്ടി പോവാണ്. ഇവിടെ എന്തോ സ്പീഡ് റെസ്ട്രിക്ഷനാണ്. നമ്മളിങ്ങനെ എത്ര സ്ലോ ആകും തോറും ധൻബാദ് അത്രയും മുന്നോട്ട് പോകും. എനിക്ക് തോന്നുന്നില്ല ധൻബാദ് കിട്ടുമെന്ന്. നമ്മളങ്ങനെ വിശാഖപട്ടണം കേട്ടുള്ള ആദ്യത്തെ സ്റ്റോപ്പായ സമൽകോട്ടെ ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് മുന്നിൽ സർക്കാർ എക്സ്പ്രസ് പോയിട്ടുണ്ട്. കാക്കിനട പോർട്ടിൽ നിന്നും ചെങ്കൽപ്പട്ട് വരെ പോകുന്നതാണ്. അതിന് ഓവർടേക്ക് അടിക്കുമെന്നൊന്നും അറിയത്തില്ല, കാരണം അത് ഓൺ ടൈം വിട്ട വണ്ടിയാണ്. നമ്മൾ ലേറ്റാണ്, പക്ഷേ അത് എക്സ്പ്രസ് ആണ് കേട്ടോ. ഇത് സൂപ്പർ ഫാസ്റ്റ് ആണ്. ഓവർടേക്ക് കൊടുത്താൽ ഭാഗ്യം, അല്ലെങ്കിൽ തേൻ്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനി സമൽക്കോട്ടെ പിന്നെ രാജമന്ത്രി അങ്ങനെ വളരെ കുറച്ച് സ്റ്റോപ്പേ ഉള്ളൂ. പക്ഷേ ഇതിന് പട്ടി വരെയാണ് കേട്ടോ. പറയാണ് പ്രശ്നം. ലേറ്റ് ആയാൽ പിന്നെ ഒരു രക്ഷയില്ല. ഈ കാക്കിനടക്കൊക്കെ പോകുന്ന ലൈൻ ഈ സമൽക്കോട്ടിൽ നിന്നാണ് തിരിയുന്നത്. നമ്മളന്ന് കാക്കിനട പോയപ്പോൾ ഇവിടെ നിന്നാണ് തിരിഞ്ഞ് പോയത്. അപ്പോൾ സമൽകോട്ട് ജംഗ്ഷനാണിത്. അപ്പോൾ ഇവിടെ നിന്നാണ് കാക്കിനട. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കാക്കിനടയ്ക്ക് പോകാൻ വേണ്ടി. വണ്ടി ഇപ്പോൾ 5.25 മണിക്കൂറാണ് ലേറ്റ് ആയിട്ട് ഓടുന്നത്. അപ്പോൾ ഒരു 5.25 മണിക്കൂർ ഉണ്ടോ? എന്തായാലും എനിക്കൊന്നും പറയാനില്ല. ആ സർക്കാർ എക്സ്പ്രസ്സിന് പുറകിലിട്ടാണ്ട് ഇടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. ഇപ്പോൾ സമയം 3:30 അത് തൊട്ട് മുന്നിലുണ്ട്, എന്നാലും കയറ്റി വിടല്ലോ. നോക്കി എന്തോ പരിപാടിയൊക്കെ നോക്കണേ. നമ്മളങ്ങനെ രാജമന്ത്രി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജമന്ത്രി എത്തുന്ന നേരത്തെ പറഞ്ഞ സർക്കാർ എക്സ്പ്രസ് രാജമന്ത്രി കയറിയിട്ടുണ്ട്. ഇവിടെ വെച്ച് കയറിപ്പോവോ അതോ ഇനി കയറി പോകത്തില്ലയോ ഒന്നും അറിയത്തില്ല. നമ്മൾ 5.25 മണിക്കൂർ ലേറ്റ് ആയിപ്പോൾ കേട്ടോ. നമ്മൾ ഈ പോകുന്ന വണ്ടി ആഴ്ചയിൽ 2 ദിവസമുള്ള ഒരു AC സൂപ്പർ ഫാസ്റ്റ്, ചൊവ്വാഴ്ചയും പിന്നെ വെള്ളിയാഴ്ചയും. നമ്മൾ ചൊവ്വാഴ്ചയാണ് കയറിയത്. ആരും കയറരുത് ഇനി കേട്ടോ ഈ വണ്ടിയിൽ. നിങ്ങൾ ആരെയും ഈ വണ്ടിയിൽ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കയറരുത്. ഇതുപോലെ ഒരു അവിഞ്ഞ വണ്ടി. നമ്മുടെ എറണാകുളം പട്ന സൂപ്പർ ഫാസ്റ്റാണ് പോകുന്നത്. ആ സർക്കാർ എക്സ്പ്രസ് എന്ന വണ്ടി കാണേണ്ട ഇതാണ് കേട്ടോ. അതിനി എടുത്തോണ്ട് പോകുന്നൊന്നും അറിയത്തില്ല. നമ്മൾ പോകുന്നതാണ് തോന്നുന്നത്, കാരണം അതങ്ങനെ എടുത്തോണ്ട് പോകത്തില്ലായിരുന്നു അല്ലേ. നമ്മൾ പോയിരിക്കും മിക്കവാറും. കാരണം ഇത് രാവിലെ 6 മണിക്ക് ചെന്നൈ എത്തുന്ന വണ്ടിയാണ്. ഇതിലെ പുറകെ ഉരുട്ടാൻ പറ്റത്തില്ല. നമ്മൾ പോയിട്ടുണ്ട് ഈ വണ്ടിയിൽ, സർക്കാർ എക്സ്പ്രസ്സിൽ ചെങ്കൽപ്പട്ടെന്ന് കാക്കിനടയ്ക്ക് വരെ. ഈ രാജമന്ത്രി എന്ന സ്ഥലത്തിന് ശരിക്കുള്ള പേര് രാജമഹേന്ദ്രവരം എന്നാണ് കേട്ടോ. ഇതിലെ പോകുന്ന എല്ലാ വണ്ടികൾക്കും ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാവും രാജമന്ത്രിയിൽ. ഭാഗ്യം നമ്മളെടുത്ത ആദ്യം. എൻ്റെ ദൈവമേ, ഞാനൊന്ന് പേടിച്ച് പോയി. ഇതിവിടെ കിടക്കും. അപ്പോൾ ഇത് നമ്മൾ പോയിട്ടേ അത് പോകത്തുള്ളൂ ഇന്ന് കേട്ടോ. ഇതാണ് സർക്കാർ എക്സ്പ്രസ്. നമ്മളിപ്പോഴും സ്റ്റിൽ ഒരു 110-120 കിലോമീറ്റർ പുറകിലാണ് ധൻബാദിൻ്റെ. എനിക്ക് തോന്നുന്നില്ല നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ, നോക്കാം. എന്തായാലും ലാസ്റ്റ് ഹോപ്പ് ടിൽ ലാസ്റ്റ് സെക്കൻഡ് നമുക്ക് നോക്കാം. നല്ലൊരു എൻഡിങ് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഏതോ ഒരു വണ്ടി കിടപ്പുണ്ടല്ലോ. ആ പശു അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. നമുക്ക്
അത് തന്നെ കേട്ടോ. ഇറങ്ങിയിട്ട് പശുവിനെ ഓടിക്കാൻ പോവാം. കൊള്ളാം. ഇതാണ് ജന്മഭൂമി എക്സ്പ്രസ് കേട്ടോ. ഇത് നമ്മുടെ ഹൈദരാബാദിൽ ലിങ്കംപള്ളിയില്ല, അവിടെ നിന്ന് വിശാഖപട്ടണം പോകുന്ന ഒരു ഡേ ടൈം ഇൻ്റർസിറ്റി വണ്ടിയാണ് കേട്ടോ ജന്മഭൂമി എക്സ്പ്രസ്. ഭയങ്കര ഫേമസ് വണ്ടി ആന്ധ്രയിലെ തെലങ്കാനയിലെ. കുത്തി നിറച്ച ആളോ കേട്ടോ. നമ്മുടെ അടുത്ത് ഈ പരശുരാമില്ല, അതേപോലെ ഫുൾ ഡേ ടൈമിന് ഓടുന്ന വണ്ടിയത്. നമ്മളീ പോകുന്നത് ഗോദാവരി നദിയുടെ മുകളിൽ കൂടാണ് കേട്ടോ. നല്ല നീളത്തിൽ കിടക്കുന്ന ആ വിജയവാഡയിലെ കൃഷ്ണ നദി പോലത്തെ വലിയ നദിയാണ് കേട്ടോ. അതൊക്കെ ഗോദാവരി നദി. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ശരിക്കും ചെന്നൈ പോയിട്ട് ധൻബാദ് ആലപ്പുഴ പിടിക്കാനായിരുന്നു. പക്ഷേ ഈ വണ്ടി ലേറ്റ് ആയതോടുകൂടി സകല പ്ലാനും തെറ്റിപ്പോയി. ഇത്രയും ലേറ്റ് ആവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാണ് ഇത്ര ലേറ്റ് ആവുന്നത്. മാക്സിമം 3 മണിക്കൂറൊക്കെയാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഇത് ഭയങ്കരമായിട്ട് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ധൻബാദ് ആലപ്പുഴ കിട്ടുമെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കിട്ടിയില്ലെങ്കിൽ വെളുപ്പിനെ 3 മണിക്ക് ഷാലിമാർ ട്രിവാൻഡ്രം ഉണ്ട്. അതിന് വല്ലതും ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് വല്ലതും കൺവേർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൺവേർട്ട് ചെയ്തെല്ലാം കയറി പോകണം. അതാകുമ്പോൾ പകൽ വീട്ടിലെത്തും. ഞാൻ അടുത്ത ദിവസം രാവിലെ പട്ന എറണാകുളത്തിന് ടിക്കറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ ക്യാൻസൽ ചെയ്തു. അത് ക്യാൻസൽ ചെയ്യാൻ കാര്യം ആ വണ്ടി 3 മണിക്കൂർ ലേറ്റാണ് പട്ന എറണാകുളം. അപ്പോൾ അതിന് പോയിട്ടും കാര്യമില്ല. അത് രാവിലെ 9 മണിക്ക് പരമ്പര എത്തേണ്ട സാധനം മിക്കവാറും ഉച്ചയാകും എത്താൻ. അപ്പോൾ അതിലും ഭേദം അത് ക്യാൻസൽ ചെയ്യുന്നു. അതുകൊണ്ട് ക്യാൻസലാക്കിയിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ, ധൻബാദ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോകുന്നത് ഷാലിമാറിനായിരിക്കും. എന്തായാലും ഉറക്കം കുതാകാം. അത് 3 മണിക്കാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്നാലും എനിക്ക് ഷാലിമാറിന് കയറിയാൽ പോരായിരുന്നോ? ഷാലിമാറിന് ടിക്കറ്റ് ഇല്ലായിരുന്നു. ഷാലിമാറിന് ഒട്ടും ടിക്കറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അതിന് കയറാൻ. ഇതിലായിരുന്നു ആദ്യം ടിക്കറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പെരമ്പൂരിൽ നിന്ന് ഇനി എന്തെങ്കിലും ടിക്കറ്റ് കിട്ടുമോ എന്തോ. അതെന്തായാലും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം പകലല്ലേ, ജനറൽ ആണെങ്കിലും പോവാം. നമ്മളൊരു അരമണിക്കൂറിൽ വിജയവാഡ എത്തുമെന്ന് കരുതുന്നു. നമ്മുടെ ധൻബാദ് ആലപ്പുഴ കിട്ടാനുള്ള ചാൻസസ് വളരെ വളരെ വിരളമാണ്. എൻ്റെ അത്രയും പൈസ വേസ്റ്റിക്കാണ് ടിക്കറ്റ് എടുത്തത്. അതിന് TDR ഫയൽ ചെയ്യാൻ നോക്കണം കിട്ടുമോ ഇല്ലയോ എന്ന്. ഒരു പിടിയില്ല. മിക്കവാറും നമ്മൾ ഗുഡൂരൊക്കെ കഴിഞ്ഞ് ചെന്നൈ ഔട്ട്സ്കേർട്സ് എത്തുമ്പോഴായിരിക്കും ധൻബാദ് ആലപ്പുഴ നടന്ന് വിടുന്നത്. അങ്ങനെ തോന്നുന്നത് കണ്ടിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം, മെഡിക്കൽ മിറാക്കിളൊക്കെ പറയുന്നതല്ല, അങ്ങനെ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം. അപ്പോൾ വേറെ അടുത്ത വണ്ടിയുള്ള ഇനി ഷാലിമാർ തിരുവനന്തപുരമാണ്. അത് 1 മണിക്കൂർ അടുപ്പിച്ചൊന്ന് ലേറ്റാണ്. അത് കുഴപ്പമില്ല, ലേറ്റ് ആയാലും കുഴപ്പമില്ല. അത് 3 മണിക്കാണ് പെരമ്പൂർ സമയം. അതേ ഉള്ള അടുത്ത വണ്ടി. അതിൽ കയറി കൺവേർട്ട് ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. ടിക്കറ്റൊന്നുമില്ല. കൺവേർട്ട് ചെയ്ത് തരുമോ എന്ന് തന്നെ അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിരുന്നത്, അതായത് ഞാൻ ലേറ്റ് ആയ റീസൺ വെച്ചപ്പോൾ അവർ പറഞ്ഞ ലൈൻ ബ്ലോക്ക് ആയിരുന്നൊക്കെയാണ് പറഞ്ഞത്. ഇവർക്കെന്നാൽ വണ്ടി ലേറ്റ് ആവുമെന്ന്, അതായത് ഇത്ര മണിക്കൂർ ലേറ്റ് ആവും, ഇത്ര മണിക്കൂർ പിടിച്ചിടും എന്ന് പാസഞ്ചറിനെ അറിയിക്കേണ്ട ഒരു സംവിധാനം കൂടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലേ? കാരണം അതനുസരിച്ച് ഇപ്പം കണക്ഷൻ വണ്ടിയുള്ളവർക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് പോകാമല്ലോ. ഇതൊന്നും പറയത്തില്ല. എവിടെയെങ്കിലും കൊണ്ട് ഇടും. എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് റിഗ്രറ്റഡ്, ഇങ്ങനെ ഒറ്റ വാക്കാം. കിഴിഞ്ഞ് ചോദിച്ചാലാണ് പറയുന്നത് എന്താണ് സംഭവം നടന്നതെന്ന്. എന്നാൽ ഇത് അല്ല, ഇപ്പോൾ എന്തെങ്കിലും ഇൻസിഡൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് വർക്ക് നടക്കുന്ന അവരെന്തായാലും നേരത്തെ പ്ലാൻ ചെയ്യില്ല. ചുമ്മാ പെട്ടെന്ന് നട്ടപ്പാലിക്കൊന്നും ആരും വർക്ക് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് പാസഞ്ചേഴ്സിനെ അറിയിക്കേണ്ട ഒരു ബാധ്യസ്ഥ ഇവർക്കുള്ളതല്ലേ. അവരെന്താണ് അറിയിക്കുന്നത് എനിക്ക് അറിയത്തില്ല. നമ്മുടെ അവിടെയൊക്കെ പാലക്കാട് ഡിവിഷനാണെങ്കിലും ട്രിവാൻഡ്രം ഡിവിഷനാണെങ്കിലും വണ്ടി ഇത്ര മണിക്കൂർ ലേറ്റ് ആവുന്ന പറഞ്ഞ് സോഷ്യൽ മീഡിയ പേജ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ നമ്മുടെ റെയിൽ ഫാറ്റ്സ് ഓഫ് കേരള ചാനൽ എപ്പോഴും ഇടാറുണ്ട്. അതായത് ഇന്ന വണ്ടി ഇത്രാം ദിവസം വിടുന്ന ഇന്ന വണ്ടിക്ക് ഇത്ര മണിക്കൂർ റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ 3 മണിക്കൂർ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറിലും പിടിച്ചിടും. അപ്പോൾ നമുക്കത് ആലോചിച്ച് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും.
ഈ കേരളം വിട്ടാൽ ഈ പരിപാടി ഇവരൊന്നും പറയത്തില്ല. ഇവർ സോഷ്യൽ മീഡിയ പേജിൽ ആകെ പ്രൊമോഷൻ മാത്രമേ ഉള്ളൂ, വേറൊരു കുന്തം അവർ പറയത്തില്ല. ആകെ കുറേ പുതിയ ട്രെയിൻ വരുന്ന പുതിയ ലൈൻ വരുന്ന അത് മാത്രമേ എടുത്തുള്ളൂ. അല്ലാതെ ട്രാഫിക് ചേഞ്ചിൻ്റെ കാര്യം ഇവരൊന്നും പബ്ലിഷ് ചെയ്യത്തില്ല. അതൊക്കെ പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പാസഞ്ചേഴ്സിന് അവരുടെ മൊബൈലിൽ ഒരു SMS ഇട്ടാൽ പോരെ, ഇന്ന പോലെ ലേറ്റ് ആവും, ഡൈവേർട്ട് ആവുന്നതെന്നൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ലേറ്റ് ആവുന്നതും കൂടെ ഇടണം, കാരണം പ്ലാൻ ചെയ്ത് പോകേണ്ടവർക്കൊക്കെ പെട്ടുപോകും. ഇതിപ്പോൾ നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേ കയറിയ പിന്നെ ഫുള്ള് സ്പീഡ് റെസ്ട്രിക്ഷനാണ്, നല്ല സ്പീഡ് റെസ്ട്രിക്ഷനാണ്. നമ്മൾ അന്ന് സ്വർണ്ണജയന്തിക്ക് പോകാൻ നേരത്ത് ഇതുപോലെ ആയിരുന്നു, ഫുള്ള് വർക്ക് കിടക്കുകയാണ്. എന്നാൽ ഇവർക്ക് ഇത് നേരത്തെ പറയരുത്, ഇന്ന പോലെ വണ്ടി ഇത്ര നേരം ലേറ്റ് ആവും, ഇന്നടത്തൊക്കെ വർക്ക് കിടക്കുന്നുണ്ടെന്ന് അവർക്കൊരു മെസ്സേജ് ഇടാൻ ഇപ്പോൾ എന്താ ബുദ്ധിമുട്ടല്ലേ. നമ്മുടെ AC സൂപ്പർ ഫാസ്റ്റ് ഇപ്പോൾ കണ്ട് വിജയവാഡ സ്റ്റേഷനിൽ കയറാൻ പോവാണ്. 5.5 മണിക്കൂറിൽ കൂടുതൽ ലേറ്റാണിപ്പോൾ. നമ്മൾ വിജയവാഡ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം 1 തോന്നുന്നു, പ്ലാറ്റ്ഫോം 1 കണ്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷൻ കാലിയാണ്, പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വേറെ കുറേ വണ്ടിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തേപ്പ് ഷൂറാണ്. എന്താവോ എന്തോ ഒരു പിടിയില്ല. അവസാന നിമിഷം വരെ നമ്മൾ ധൻബാദ് ആലപ്പുഴ കിട്ടുമെന്നുള്ള മനോധൈര്യം കൈവിടാതെയാണ് പോകുന്നത് കേട്ടോ. ഇനി എത്ര നേരം കൊണ്ടിടുമോ എന്തോ. ഡാൻസൊക്കെ കളിച്ച് പയ്യായിരിക്കും ഇവിടുന്ന് 6:38 കയറിയപ്പോൾ, മിക്കവാറും 7 മണിയാവും. ഇവിടുന്ന് ക്രൂസ് ചെയ്തൊക്കെ ഉണ്ടാവും. നമ്മളെക്കാട്ട് 74 കിലോമീറ്റർ ഫ്രണ്ടിലാണ് ധൻബാദ് ആലപ്പുഴ ഉള്ളത് കേട്ടോ. ചാൻസ് വളരെ കുറവാണ്, എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ 14 മിനിറ്റ് ഇവിടെ ഇട്ടു. 6:52 നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ധൻബാദ് ആലപ്പുഴ ബപ്പട്ട്ലാർ എന്ന സ്റ്റേഷനിൽ കിടപ്പുണ്ട്. അതിപ്പോൾ 2 മണിക്കൂർ ലേറ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ ഓരോ എക്സ്പീരിയൻസ് നമുക്കിങ്ങനെ യാത്ര കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്, കാരണം ചേസിങ് പോലെയാണ്. വണ്ടി കിട്ടുമോ ഇല്ലയോ എന്താണ്, കിട്ടിയില്ല എനിക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, കിട്ടിയില്ല അടുത്ത വണ്ടി, അത്രേ ഉള്ളൂ, സിമ്പിൾ. നമ്മുടെ വണ്ടിക്ക് ഇനി 4 സ്റ്റോപ്പേ ഉള്ളൂ ഇനി ചെന്നൈ എത്താൻ വേണ്ടിയിട്ട്. എന്താവുമെന്നൊന്നും അറിയത്തില്ല, ഇങ്ങനെ അങ്ങ് പോവാണ്. വേർ ഈസ് മൈ ട്രെയിൻ ആപ്പിൻ്റെ യൂസേജ് ഇന്നത്തെ ദിവസം ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുമായിട്ട് ഇപ്പോൾ 7 സ്റ്റേഷൻ ഗ്യാപ്പിൽ ധൻബാദുണ്ട്. നമ്മൾ ഒങ്കോൾ എത്താറായി. അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിൽ 2 സ്റ്റേഷൻ ഗ്യാപ്പിൽ വിക്രമസിംഹപുരി അമരാവതി എന്നൊരു ഇൻ്റർസിറ്റി ഉണ്ട്, ഗുഡൂര് വരെ പോകുന്നത്. അതിൻ്റെ മുന്നിലൊരു തിരുവണ്ണാമലയിൽ പോകുന്നൊരു സ്പെഷ്യലുണ്ട്. അതിൻ്റെ മുന്നിലാണ് നമ്മുടെ ധൻബാദ് ആലപ്പുഴ ഉള്ളത്. ധൻബാദ് ആലപ്പുഴയുടെ തൊട്ട് മുന്നിൽ കൃഷ്ണ എക്സ്പ്രസ് എന്ന വണ്ടിയുണ്ട്. ഈ കൃഷ്ണ എക്സ്പ്രസ് കാരണമാണ് ധൻബാദ് ഇങ്ങനെ പയ്യെ പോകുന്നത്. കൃഷ്ണ എക്സ്പ്രസ് എത്രയും വൈകോ അത്രയും വൈകട്ടെ, കാരണം നല്ല രക്ഷയില്ല. അപ്പോൾ ഈ അതായത് ഏറ്റവും മുന്നിൽ കൃഷ്ണ, അതിൻ്റെ പുറകെ ധൻബാദ് ആലപ്പുഴ, പിന്നെ സ്പെഷ്യൽ, പിന്നെ മറ്റേ ഇൻ്റർസിറ്റി, അതിൻ്റെ പുറകെയാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ആകെ 2-3 സ്റ്റോപ്പേ ഉള്ളൂ. ധൻബാദിന് നമ്മളെക്കാട്ട് 2-3 സ്റ്റോപ്പ് എക്സ്ട്രാ ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും കിട്ടുമെന്ന് ഏകദേശം ഒരു 60% ഉറപ്പായി. ബാക്കി 40% സ്റ്റിൽ റിമൈനിങ്. ഒന്നും പറയാൻ പറ്റത്തില്ല, അവസാന നിമിഷമേ പറയാൻ പറ്റത്തുള്ളൂ. ത്രില്ലർ മാച്ച് പോലെ. നമ്മളങ്ങനെ ഒങ്കോൾ എത്തിയിരിക്കുകയാണ്. 5 സ്റ്റേഷൻ ഗ്യാപ്പിലാണ് ഇപ്പോൾ ധൻബാദ് ഉള്ളത് കേട്ടോ. നമ്മളിവിടെ എത്തുന്ന 5.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ്. ഈ വണ്ടിയിലുള്ളവരെല്ലാം ചെന്നൈയിലാണ് ഇറങ്ങുന്നത്. ഇടയ്ക്കൊന്നും ആരും ഇറങ്ങിയിട്ടില്ല, എല്ലാവരും എൻ ടു എൻഡാ. നമ്മളിപ്പോൾ ഗുഡൂർ ജംഗ്ഷൻ കഴിഞ്ഞു. നമ്മുടെ 4 സ്റ്റേഷൻ അപ്പുറം ധൻബാദ് ഒരു സ്റ്റേഷൻ പിടിച്ചിട്ടിട്ടുണ്ട്. ഓവർടേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത്യാവശ്യം കിലോമീറ്റർ ഗ്യാപ്പ് ഉണ്ട്. എന്തായാലും ഏകദേശം കിട്ടുമെന്ന് ഉറപ്പായി വരുന്നുണ്ട്, കാരണം ഫ്രണ്ടിൽ വേറെ വണ്ടിയൊന്നുമില്ല. നമുക്ക് നോക്കാം, ലാസ്റ്റ് റിവിഷൻ വരെ നോക്കാം. ഈ യാത്ര ഏതായാലും ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. നമ്മുടെ തൊട്ട് മുന്നിലത്തെ സ്റ്റേഷനിൽ ധൻബാദ് ആലപ്പുഴ കിടപ്പുണ്ട്. അതവിടെ 1 മണിക്കൂർ അടുപ്പിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു എന്തോ ലൈൻ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അല്ലേ എന്തോ ടെക്നിക്കൽ പ്രശ്നമുണ്ട്, അതാണ് അവിടെ പിടിച്ചിട്ടേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓടി പുറകിലെത്തി, തൊട്ട് ബാഗിലെത്തി. അപ്പോൾ അയാളുടെ കിട്ടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇനിയിപ്പം വേറെ ഒന്നും പണി ഇട്ടായിരുന്നാൽ മതി. എന്തായാലും താമസിച്ച അത് 2-2.5 മണിക്കൂർ ലേറ്റായി. നട്ടപ്പാതിരിയാവും നോക്കിയോ ചെന്നൈയിൽ നിന്ന് വിടുമ്പോൾ. ഇതുപോലൊരു മോശം അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മളെ 11:30 പിടിച്ചിട്ടാണ്, 11 മണിക്ക് ധൻബാദ് പിടിച്ചിട്ടാണ്. ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? 1:10 ഇത്രയോടെ എടുത്തിട്ടില്ല. ലൈൻ ബ്ലോക്കാണ് കാരണം. ഞാൻ റെയിൽ മൊത്തത്തിൽ കംപ്ലയിൻ്റ് ഇട്ട് ട്രാക്ക് മെയിൻ്റനൻസ് പണി നടക്കുക നട്ടപ്പതിരേക്ക്. ഒന്നാമത് ലേറ്റ്, അത് ലേറ്റ്, എല്ലാം ലേറ്റായി. വാല എത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അതിൽ കയറാൻ പറ്റണ്ടേ, ഞാൻ എന്ത് ചെയ്യുമോ എന്തോ.
2 മണി വരെ അവരുടെ ലൈൻ ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 1:15 കഴിഞ്ഞു പോരെ. ഇത് ആക്ച്വലി നമ്മൾ ലേറ്റായിട്ട് ഇവിടെ വന്നുകൊണ്ടാണ് പണി കിട്ടിയത്. കാരണം ഇവിടെ ഈ സുല്ലൂർപേട്ട സ്റ്റേഷനിലാണ് ലൈൻ ബ്ലോക്ക് ഉള്ളത്. രാത്രി 10 മുതൽ വെളുപ്പിന് 2 മണി വരെ, അറിയോ? അപ്പോൾ ആ സമയങ്ങളിൽ പോകുന്ന വണ്ടികൾക്ക് ആ സമയങ്ങളിൽ ആകെ EMU ട്രെയിൻ മാത്രമേ ഉള്ളൂ ഷെഡ്യൂൾ പ്രകാരം. പക്ഷേ ഈ ധൻബാദ് നമ്മളും ലേറ്റായിട്ട് വന്നുകൊണ്ടാണ് ആ സമയത്ത് അവിടെ കയറിയപ്പോൾ അവർ പിടിച്ചിട്ട്. കാരണം ലൈൻ ബ്ലോക്ക് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുള്ളൂ. ലൈൻ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇവർ ഈ ട്രാക്ക് മെയിൻ്റനൻസും പരിപാടികളൊക്കെ രാത്രിയിലാണ് ചെയ്യുന്നത്. അതാണ് ഈ രാത്രി പോകുന്ന നമ്മുടെ അടുത്ത വണ്ടികളായ ചെന്നൈക്കുമൂർ, ഗുരുവായൂർ, മംഗലാപുരം, തിരുവനന്തപുരം ഒക്കെ പിടിച്ചിടുന്നത്. അതേപോലെ പിടിച്ചിട്ടേക്കുവാണ്. അപ്പോൾ ലൈൻ ബ്ലോക്ക് സമയത്ത് നമ്മൾ ലേറ്റായി വന്നുകൊണ്ടാണ് അവർ പിടിച്ചിട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഓൺ ടൈം ആയിരുന്നേ എപ്പോഴേ എത്തിയാനവിടെ. ഇവർ ഈ ലൈൻ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെ ചെന്നൈ ഡിവിഷനിലെ പേജ് ഞാൻ തപ്പി നോക്കിയപ്പോൾ ഞാൻ കണ്ടുപിടിച്ചാണ്. ഫെബ്രുവരി 11-ാം തീയതി ഉണ്ട്. ഇന്ന് വരെ ഉള്ളു ലൈൻ ബ്ലോക്ക്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ ലേറ്റായി വന്നുകൊണ്ടാണ് നമുക്ക് പണി കിട്ടിയത്. നമ്മളെവിടെ ഈ നട്ട പാതിരയ്ക്ക് 11:30 വന്നിട്ടാണ് 2 മണിയായിട്ട് നമ്മുടെ വണ്ടി എടുത്തില്ലറിയോ. ഇങ്ങനെ കിടക്കാണ് അനങ്ങാതെ. എന്തോ ഒരു അവസ്ഥയാണ് നോക്കണം നിങ്ങൾ. 2:05 ആയപ്പോഴേക്കും ലൈൻ ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. തൊട്ട് മുന്നിൽ ധൻബാദ് ഉണ്ട്. ധൻബാദ് വിട്ട ഇതിലായിട്ടും കാണിച്ചില്ല കേട്ടോ. ധൻബാദ് തൊട്ട് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നമ്മളായിട്ട് ഒരു സ്റ്റേഷൻ ഗ്യാപ്പേ ഉള്ളൂ. കിട്ടുമായിരിക്കും. കിട്ടും എന്തായാലും 90% ഉറപ്പായി കിട്ടുമെന്ന്. നമ്മളങ്ങനെ സുല്ലൂർപേട്ടിലെത്തി കേട്ടോ. നമ്മളങ്ങനെ ബേസിൻ ബ്രിഡ്ജായി. ധൻബാദ് ആലപ്പുഴ അവിടെ ചെന്നൈ വന്നിട്ട് 10 മിനിറ്റ് ആയി. നമുക്ക് നോക്കാം എന്തെങ്കിലും ഔട്ടറി പിടിച്ചില്ല നമുക്ക് എന്തെങ്കിലും കിട്ടും. നമുക്ക് ധൻബാദ് ആലപ്പുഴ കിട്ടി. കഥയൊക്കെ ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് പറയാം. എൻ്റെ പൊന്നെ ഓട്ടോ ആയിരുന്നു പറയാം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. ഇപ്പോൾ നമ്മൾ സേലം എത്താറായി. ഒരു 3/4 മണിക്കൂർ നമ്മൾ സേലം എത്തും. അപ്പോൾ ഇന്നലെ രാത്രി സംഭവിച്ച സംഭവ വികാസങ്ങളൊക്കെ എന്താ ഞാൻ പറയാം. വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സുല്ലൂർപേട്ടയിൽ നമ്മൾ ഇന്നലെ രാത്രി ഒതുക്കിയിട്ടാണല്ലോ കണ്ടത്. അപ്പോൾ ഇന്നലെ രാത്രി സംഭവിച്ച സംഭവ വികാസങ്ങളൊക്കെ ഞാൻ പറയാം. അതായത് ഇന്നലെ രാത്രി ലൈൻ ബ്ലോക്ക് കാരണം വണ്ടി എടുത്തല്ലോ. അപ്പോൾ ഈ വണ്ടി എടുത്തതിൽ സുല്ലൂർപേട്ടയ്ക്ക് തൊട്ട് മുമ്പാണ് മറ്റേ ഈ ധൻബാദ് ആലപ്പുഴ പിടിച്ചിട്ടത്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേഷനിലും മറ്റേ എൻ്റെ AC സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ ഈ ലൈൻ ബ്ലോക്ക് കറക്റ്റ് 2 മണിയായപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഈ ധൻബാദ് എടുത്തിട്ട് ഇത് സുല്ലൂർപേട്ട നിർത്തി. 2 സുല്ലൂർപേട്ട സ്റ്റോപ്പുണ്ട്. എന്നിട്ട് സുല്ലൂർപേട്ട വിട്ട് ഒരു 2 സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഓർക്കണം ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആണ്. 2 സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളും സുല്ലൂർപേട്ട എത്താറായി. എന്ത് ചെയ്തെന്ന് പറയും, ഇവർ സുല്ലൂർപേട്ട ഹോം സിഗ്നലിൽ കൊണ്ട് പിടിച്ചിട്ട് 2-3 മിനിറ്റ് പിടിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ധൻബാദ് അങ്ങ് അടിച്ച് വിട്ടങ്ങ് പോവുക. ഞാൻ ഓർത്തിത് എന്താണ് ഇങ്ങനെ. തൊട്ട് പുറയിൽ നമ്മൾ വന്നതാണ്. എന്നിട്ട് അതങ്ങ് അടിച്ചിട്ട് പോവുക. എന്നിട്ട് ഇതിങ്ങനെ സിഗ്നൽ കൊടുത്ത് ലാസ്റ്റ് സുല്ലൂർപേട്ട കയറി ആളെ ഇറക്കി വണ്ടി വിട്ട് ഓർക്കണമെങ്കിൽ 130 km/h ആണ് അവിടുത്തെ സെക്ഷൻ സ്പീഡ്. ധൻബാദ് അങ്ങ് അടിച്ച് വിട്ട് പോവാണ്. നമ്മൾ ആ വേർസ് മീറ്ററിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും നല്ലപോലെ. ഈ സാധനം ഇടയ്ക്കൊന്ന് 130 കയറി, പിന്നെ അങ്ങ് താന്നു, പിന്നെ ഒരു 110, 90, പിന്നെ 90 ലഭിക്കൊണ്ടിരുന്നേ. എനിക്കാണെങ്കിൽ നമുക്കങ്ങ് ദേഷ്യം വരും. എങ്ങനെയും വണ്ടി കിട്ടിയതുള്ള നമ്മൾ പോവാ. ഞാൻ നോക്കുമ്പോൾ ധൻബാദ് അങ്ങ് അടിച്ചു വിട്ടങ്ങ് പോവാ. ധൻബാദ് ലാസ്റ്റ് 3:23 ആയപ്പോൾ ചെന്നൈയിൽ കയറ്റി. ധൻബാദ് ചെന്നൈ കയറ്റാൻ നേരത്ത് ഞങ്ങൾ മറ്റേ തോണ്ടിയാർപേട്ട് ആ ഒരു സ്ഥലം ആവാറായിട്ടുണ്ട്. അതായത് അത്യാവശ്യം ഒരു 6-7 കിലോമീറ്റർ ഗ്യാപ്പുണ്ട്. അപ്പോൾ ധൻബാദ് ഇവർ സ്റ്റേഷനിൽ കയറി ഞങ്ങൾ അങ്ങനെ ബേസിൻ ബ്രിഡ്ജ് ആവാറായപ്പോൾ ബേസിൻ ബ്രിഡ്ജ് ഹോം സിഗ്നലിൽ കൊണ്ട് ഞങ്ങളുടെ വണ്ടി ഒതുക്കി. അവിടെ 2-3 മിനിറ്റ് ഇട്ടു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ആ സമയത്ത് ചെന്നൈയിൽ ഒരു വണ്ടി അറൈവിങ് അല്ല. ആ സമയത്ത് ചെന്നൈ കാലിയാണ്. ചെന്നൈയിൽ വണ്ടി വരുന്നത് 4 മണി തൊട്ടാണ്. 3:30 പാലക്കാട് വണ്ടി എന്തോ വരും, പാലക്കാട് ചെന്നൈ, വേറൊന്നുമില്ല. എന്നിട്ട് ബേസിൻ ബ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അപ്പോഴേക്കും 3:36 കഴിഞ്ഞു. ബേസിൻ ബ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചെന്നൈ സെൻട്രലിൽ ഹോം സിഗ്നലിൽ കൊണ്ട് ഞങ്ങൾ വീണ്ടും പിടിച്ചിട്ട് ഞാൻ വെച്ച് തീർന്ന് ഒരു രക്ഷയില്ല, ഇനി നടക്കുന്ന പരിപാടിയില്ലെന്ന് വിചാരിച്ച്. എന്നിട്ട് 3:39 ആയപ്പോൾ സമയം 3:41 ഹോം സിഗ്നൽ ക്ലിയർ ആയപ്പോൾ വണ്ടി അങ്ങനെ പയ്യെ എടുത്ത് രസം കേൾക്കണം. ഞാൻ നോക്കിയപ്പോൾ ധൻബാദിൻ്റെ ലോക്കമൊക്കെ പിടിപ്പിച്ച് ലോക്കോ പൈലറ്റ് ലൈറ്റൊക്കെ ഓണാക്കി ഇങ്ങനെ നോക്കുകയാണ്.
ധൻബാദ് കിടക്കുന്ന അങ്ങേ അറ്റത്ത് എങ്ങാണ്ട് 12 പ്ലാറ്റ്ഫോം എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഈ വണ്ടി ഇവരെവിടെ കിട്ടിയെന്നറിയോ? പ്ലാറ്റ്ഫോം 1 പോരെ. അത്രയും ഗ്യാപ്പുണ്ട്. ഞാൻ വെച്ച് തീർന്നു, ഇനി ഒരു രക്ഷയില്ല. കാരണം വണ്ടി എടുക്കാൻ നേരത്ത് ധൻബാദ് എടുത്താൽ തീർന്നില്ലേ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ വണ്ടി നിർത്താറായപ്പോഴേക്കും ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ പുറകിലോട്ട് ഒറ്റ ഓട്ടം ഓടി, ഒന്നും നോക്കിയില്ല. ഒറ്റ ഓട്ടം ഓടി, പ്ലാറ്റ്ഫോമൊക്കെ ചാടി ഒറ്റ ഓട്ടം ഓടി. സ്റ്റേഷനൊക്കെ കാലി, ആരുമില്ല കേട്ടോ. ഒറ്റ ഓട്ടം ഓടി ലോക്കോടെ അവിടെ എത്തി. എനിക്ക് മനസ്സിലാവണം 12 പ്ലാറ്റ്ഫോം ഗ്യാപ്പുണ്ട്. ഞാൻ എത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോം 1-ലും ധൻബാദ് എത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോം 12-ആണെന്ന് തോന്നുന്നു. അങ്ങേ അറ്റത്തായിരുന്നു. നല്ല ഗ്യാപ്പുണ്ട്. ഓടിയെത്തി ഞാൻ ലോക്കോടെ അവിടെ എത്തി. നോക്കിയപ്പോൾ കോച്ച് ഏറ്റവും ബാക്കിൽ, ബെസ്റ്റ്. ലാസ്റ്റ് കോച്ചിന് അങ്ങോട്ട് ഓടി, കോച്ചിൽ കയറി ഇവിടെ ബെർത്തിനോട് എത്തിയതും വണ്ടി അനങ്ങി പോരെ. അതാണ് ഇന്നലെ അത് സംഭവിച്ചത്. ഞാൻ ഇന്നലെ നമ്മുടെ ഈ ട്രെയിൻ യാത്രയിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ച ദിവസമാണ് ഇന്നലെ. കാരണം വേറെ വണ്ടി പിന്നെ 3 മണിക്കേ ഉള്ളൂ. ആ 3 മണി വണ്ടി ടിക്കറ്റില്ല, ബംഗാളികൾ വരുന്ന വണ്ടിയാണ്, ഫുള്ളായിരിക്കും ഷാലിമാർ ട്രിവാൻഡ്രം. പിന്നെ ഉള്ള 9 മണി വണ്ടി ടിക്കറ്റ് ഉണ്ടായിരുന്നു, 9 മണിയുടെ പാട്ന KRS. അതാണെങ്കിൽ 3 മണിക്കൂർ ലേറ്റ്. അത് വരുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിയാവും. വേറെ വണ്ടിയില്ല. പിന്നെ കോയമ്പത്തൂർ വന്നാലും വേറെ വണ്ടിയില്ല. ലാസ്റ്റ് പെട്ടുപോകുമെന്ന് വിചാരിച്ച്. ഇതിന് ടിക്കറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കയറിയത്. AC ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്രയും ഭ്രാന്തി പിടിച്ച് കയറിയത്. ഇന്നലെ ഞാൻ എൻ്റെ വേരസ്മൈ ട്രെയിൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. ഫുൾ അതിലായിരുന്നു, ഇങ്ങനെ കാൽക്കുലേഷൻ ആയിരുന്നു, എങ്ങനെ എവിടെ എത്തും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്നലെ റെയിൽ മദത് ഉപയോഗിച്ചിട്ടാണ് ഇത്രയെങ്കിലും എനിക്ക് ഹെൽപ്ഫുള്ളായത്. റെയിൽ മദത് ഉപയോഗിച്ചിട്ടാണോ എന്നറിയത്തില്ല, അവർ വണ്ടി നല്ലപോലെ വിട്ടു. ഞാൻ എങ്ങനെയാണെന്ന് പറയാം. അതായത് റെയിൽ മദതിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും വണ്ടി ലേറ്റ് ആവുന്നത് എന്താണെന്ന് ചോദിച്ച് ഇട്ടാൽ അവർക്കത് മുകളിലേക്ക് വിളി വരുമെന്നാണ് എന്നോടൊരാൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതേപോലെ രാവിലെ ഇന്നലെ വെളുപ്പിനോട്ട് വണ്ടി ലേറ്റ് ആകാൻ തുടങ്ങിയല്ലേ, അപ്പോൾ ഞാൻ റെയിൽ മദത്തിൽ കംപ്ലയിൻറ്റ് ഇട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇതേപോലെ ലൈൻ ബ്ലോക്ക് ആയിരുന്നു ഇവിടെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത കംപ്ലയിൻറ്റ് ഇട്ടു. ഞങ്ങൾക്കിതുപോലെ പാസഞ്ചേഴ്സിന് ഈ ട്രെയിനിൽ കണക്റ്റിംഗ് പാസഞ്ചേഴ്സ് ഉണ്ട്, അപ്പം മാക്സിമം ഈ വണ്ടിക്ക് പ്രയോറിറ്റി എടുത്ത് വിടാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടു. അപ്പോൾ അവർ തിരിച്ച് റിപ്ലൈ ഇട്ടു, ഇവിടെ SRCന്ന് സന്ദ്രാഗച്ചിന്ന് ലേറ്റായിട്ടാണ് വിട്ടത്, അപ്പോൾ മാക്സിമം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെന്ന് ഇട്ടു. അങ്ങനെ ഞാൻ 8 കംപ്ലയിൻറ്റ് ഇട്ടു റെയിൽ മദതിൽ. പോരെ, റെയിൽ മദതിൽ 8 കംപ്ലയിൻറ്റ് ഇട്ടു. നമ്മൾ കംപ്ലയിൻറ്റ് ഇടുമ്പോൾ അതിനകത്ത് ലേറ്റ് റണ്ണിങ് പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞിടണം, എന്നിട്ട് കാര്യം പറയണം, എന്താണ് കാര്യം എന്ന് പറഞ്ഞിടണം. അങ്ങനെ 8 കംപ്ലയിൻറ്റ് ഇട്ടപ്പോൾ അതിൽ 3-4 കംപ്ലയിൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയുടെ റണ്ണിങ്ങിൽ എനിക്ക് കുറച്ച് വ്യത്യാസം തോന്നി. കാരണം പല വണ്ടികൾ ഓവർടേക്ക് അടിക്കാൻ തുടങ്ങി, പിന്നെ വണ്ടി പിടിച്ചിടുന്ന ഒഴിവാക്കാൻ തുടങ്ങി. വണ്ടി എവിടെയെങ്കിലും നിർത്തുമ്പോൾ സ്റ്റേഷനിൽ സ്റ്റോപ്പൊക്കെ നിർത്തുമ്പോൾ പെട്ടെന്ന് വണ്ടി എടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് റെയിൽ മദതിൽ കംപ്ലയിൻറ്റ് ഇട്ടുകൊണ്ടാണോ അങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 8 കംപ്ലയിൻറ്റ് അതിന് ഇട്ടു. ലാസ്റ്റ് ചെന്നൈ എത്താറായപ്പോഴും കംപ്ലയിൻറ്റ് ഇട്ടു, ഈ വണ്ടി വന്നിട്ട് അത് ഇട്ടാൽ മതിയെന്ന്. നമ്മൾ പിന്നെ വേറെ ആരോട് പറ ലോക്കോ പൈലിനോട് പോയി പറയാൻ പറ്റുമോ, ചേട്ടാ അങ്ങനെ ചെയ്യുക? അവർക്ക് സിഗ്നൽ കിട്ടിയാണ് അവർ വണ്ടി ഓടിക്കണത്. അങ്ങനെയായിരുന്നു ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങൾ. ഞാൻ മറക്കത്തില്ല, ജീവിതത്തിൽ മറക്കൂല. വേറെ കോമഡി കേൾക്കണം. നമ്മൾ 6:15 സന്ദ്രാഗച്ചിന്ന് വിട്ടത്, 11:45 ഷാലിമാറിന്ന് വിട്ട ഷാലിമാർ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റ് ഇപ്പോഴുണ്ട് തൊട്ട് പുറയിലുണ്ട്. അത് ഓവർടേക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം സൂപ്പർ ഫാസ്റ്റ് അല്ലേ, ഇത് ലേറ്റ് അല്ലേ. അതിന് ശരിക്കും കയറിയാൽ മതിയായിരുന്നു, പക്ഷേ ഞാൻ ടിക്കറ്റില്ലായിരുന്നു, അല്ലെ അതിനെ കയറത്തുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് പറഞ്ഞാൽ ആ വണ്ടിയിൽ കയറണമെന്ന്, പക്ഷേ ടിക്കറ്റില്ലായിരുന്നു. ഇത് ധൻബാദ് ആലപ്പുഴ ഓപ്പറേറ്റ് ചെയ്തത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ്. നമ്മളിതിൻ്റെ എൻഡ് ടു എൻഡ് അല്ല, ധൻബാദ് നിന്ന് എറണാകുളം വരെ ചെയ്തിട്ടുണ്ട്. അന്ന് ആന കയറി ലൈൻ ബ്ലോക്കായി 12 മണിക്കൂറോളം ലൈറ്റ് ആയിരിക്കും, ഓർമ്മയില്ല. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കണം. നമ്മളിപ്പോൾ അനുഭവിച്ച വരെ വേറെ അനുഭവമായിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ ധൻബാദിൻ്റെ കോച്ചുകളല്ലേ ഇപ്പോൾ നല്ല വൃത്തിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലോടുന്ന ചില വണ്ടികളെക്കാട്ടും നല്ല വൃത്തിയാണ് ഇപ്പോൾ ധൻബാദിൻ്റെ കോച്ച്. ഇപ്പോൾ എൻ്റെ കോച്ചിന് അത്യാവശ്യം നല്ല കോച്ചാണ്. ഞാൻ വണ്ടി നിർത്തുമ്പോൾ ഞാൻ പുറത്തും കൂടെ കാണിക്കാം. നല്ല കോച്ചാണ് ഇപ്പോൾ ധൻബാദ് കയറുന്നവർക്ക് അറിയാൻ പറ്റും. AC കോച്ചൊക്കെ ബെസ്റ്റാണ്. ഇന്നലെ രാത്രിയാണെങ്കിൽ ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. ആകെ 1 മണിക്കൂറാണ് ഇപ്പോൾ ഈ ട്രെയിനിൽ വന്ന് കിടന്ന് ഉറങ്ങിയത്.
ഉറങ്ങാൻ പറ്റുന്നില്ല, കാരണം സമയം കഴിഞ്ഞു പോയില്ലേ. പിന്നെ എനിക്ക് അങ്ങനെ ഉറക്കം വരത്തില്ല, അല്ലെ പിന്നെ ഉച്ചയൊക്കെ കഴിയണം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹിമസാഗറിൻ്റെ ബാക്കിലാണ്. ഹിമസാഗർ ബിഫോർ ടൈമാണ്. നമ്മുടെ ബാക്കിൽ ബംഗളൂരു എറണാകുളം ഇൻ്റർസിറ്റി ഉണ്ട്, ഓൺ ടൈം വരുന്ന കേരളയുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു ഇവരറിയത്തില്ല, കയറി പോകുമെന്നൊന്നും അറിയത്തില്ല. കേരളത്തിൽ കയറിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് നമ്മളൊരു 4-4:30 ആകുമ്പോൾ നമ്മൾ എറണാകുളം കയറേണ്ടതാണ്. ഒന്നും അറിയത്തില്ല, ഇനി നമ്മൾ കേരളത്തിൽ കയറിയാൽ അറിയാൻ പറ്റത്തുള്ളൂ ഇവരെന്ത് ചെയ്യുമെന്ന്, കയറ്റി വിടുമോ ഇല്ലയോ അത്. വണ്ടിയുടെ ലോക്ക് ഒരു റോയബുരത്തിൻ്റെ WP7 ആണ്, അതൊന്നും കാണിക്കാൻ പറ്റിയില്ല, ഓടുകയല്ല ഇതൊക്കെയത്. നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് 4 മണിക്കൂർ 22 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. ഇതിന് അത്യാവശ്യം സ്ലാക്ക് ടൈം ഉള്ളതുകൊണ്ട് ആ ഒരു ഡിലേ തന്നെ കീപ്പപ്പ് ചെയ്ത് പോകത്തേ ഉള്ളൂ. നമ്മളിപ്പോൾ കോയമ്പത്തൂരൊക്കെ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ സമയം 11:40 കേട്ടോ. നമ്മുടെ പുറകിൽ ഇൻ്റർസിറ്റിയും കേരളയും മാത്രമല്ല, നമ്മുടെ തൊട്ട് പുറകിൽ ഷാലിമാർ ട്രിവാൻഡ്രം ഉണ്ട്. അത് ഇതിനായിട്ടും കയറ്റി വിട്ടിട്ടൊന്നുമില്ല. ഇനി കേരളത്തിൽ കയറിയാലേ കയറ്റി വിടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്ന നമ്മുടെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ആണ്. അങ്ങനെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്സും ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ്സും കൂടെ ഇവിടെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ വെച്ചിട്ട് കണ്ടുമുട്ടിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ട ലോക്കവുമില്ല, അത് ഈയിടെ നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് ഈറോഡ് ഷെഡിൽ ഇറക്കിയ ഒരു പുതിയ ലിവറിയാണ്. ഓരോ റിപ്പബ്ലിക് ഡേക്കും ഓരോ ഇൻഡിപെൻഡൻസ് ഡേക്കും നമ്മുടെ ലോക്കോ ഷെഡുകാർ, പ്രത്യേകിച്ച് ഈറോഡും റോയപുരം ഒക്കെ, ഈറോഡ്, ആരക്കോണം, റോയപുരം, ഈ 3 ഷെഡുകാരും ഓരോ ലിവറി ഇറക്കും. അങ്ങനെ ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേക്ക് ഇറക്കിയ പുതിയ ലിവറിയാണ് കാണുന്നത്. നല്ല അടിപൊളി ലോക്കോ അല്ലേ, നല്ല അടിപൊളി കളർ സ്കീമും ട്രൈ കളറും. ഈറോഡ് ഷെഡുകാർ ഇതേപോലെ അടിപൊളി പെയിന്റ് അടിച്ച് ലോക്കോ ഇറക്കാൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ റിപ്പബ്ലിക് ഡേക്ക് ഇവരിറക്കിയ ലോക്കോ ആണ് ഇവിടെ കോയമ്പത്തൂർ അടക്കത്ത് കണ്ടത്. അത് കേരളത്തിൽ അങ്ങനെ വന്നിട്ടൊന്നുമില്ല, വരുമായിരിക്കും. 37183 എന്നാണ് ആ ലോക്കോയുടെ നമ്പർ. ബംഗാൾ, ബീഹാർ, വന്ദേ സ്ലീപ്പർ, അസം പര്യടനത്തിന് ശേഷം നമ്മൾ വാളയാർ സ്റ്റേഷൻ കടന്ന് കേരളത്തിൽ കയറണം കേട്ടോ. കേരളത്തിൽ കയറി ആ പാലക്കാടൻ ചൂടൊക്കെ ഇങ്ങനെ ദേഹത്ത് തട്ടിയപ്പോൾ വല്ലാത്തൊരു ഉന്മേഷം കേട്ടോ. ഇത്രയും ദിവസം തണുപ്പല്ലായിരുന്നു, ഇപ്പോൾ ആ ചൂടൊക്കെ തട്ടിയപ്പോൾ ഫ്രഷ് ചൂട്. ഫുള്ള് ഉണങ്ങി കിടക്കും കേട്ടോ കാടൊക്കെ മൊത്തം. ഈ ഭാഗത്താണ് ആ കഴിഞ്ഞ ദിവസം ഒരു ആനക്കുട്ടി ഇടിച്ചെന്ന് പറഞ്ഞില്ല, അത് ഈ ഭാഗത്താണ്. എനിക്കൊന്നും മറ്റേ ലൈനിലാണെന്ന് തോന്നുന്നു. ആ വണ്ടി ഇടിച്ചത് മറ്റേ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്, അതാണ് ഇടിച്ചത്. ഈ സാധനമൊക്കെ ഇപ്പൊ എന്ത് റെയറാന്ന് നോക്ക്. കഞ്ചിക്കോടുന്ന് കോയമ്പത്തൂർ ഭാഗത്തേക്ക് ഒരു ആൾക്ക് പോകുന്നുണ്ടോ? ഈ ആൽക്കോ എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ കാണാൻ പോലും കിട്ടുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഇവിടെ കണ്ടത്. ഗോൾഡൻ റോക്കിന്റെ ആൽക്കോ ആണ്. കഞ്ചിക്കോടാണ് ഈ സ്റ്റേഷൻ. കഞ്ചിക്കോടെന്ന് കാച്ചിട്ടം വഴി കോയമ്പത്തൂർ ഭാഗത്തോട്ട് എങ്ങാണ്ട് പോകാൻ തോന്നുന്നു. നമ്മുടെ ഒരു BTPN ഗുഡ്സ് കിടക്കുകയാണ് ഇവിടെ നടുക്ക്. നമ്മുടെ മുന്നിൽ കോയമ്പത്തൂർ ഷൊർണൂർ ഒരു മെമു ഉണ്ട്, അതാണ് നമ്മളിവിടെ കഞ്ചിക്കോട് സ്റ്റേഷനിൽ ചവിട്ടുന്നത്. നമ്മൾ
എവിടെയെങ്കിലും ട്രിപ്പ് പോയി വരുമ്പോഴേ ഈ വാളയാർ വഴി കേരളത്തിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ കയറുമ്പോൾ ഈ സാധനം ഉരുട്ടാൻ തുടങ്ങുന്നത് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ സംഭവിച്ചില്ലേ. ഇനി ഇതെന്നെയായിരിക്കും അവസ്ഥ. തൊട്ട് പറയില്ല ഷാലിമാർ വരുന്നുണ്ട്. ഷാലിമാർ മിക്കവാറും ഒറ്റപ്പാലത്ത് വെച്ച് ഓവർടേക്ക് അടിക്കും നമ്മളെ. അങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പുറത്തിടക്ക് നമ്മുടെ പാലക്കാട് ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ആണ്. 4 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തുന്നത് വരെ. നമ്മൾ പാലക്കാട് നിന്ന് വിട്ട് തൊട്ട് പുറകിൽ ഹോം സിഗ്നലിൽ ഷാലിമാർ കിടപ്പുണ്ട്, അതിൻ്റെ തൊട്ട് പുറകിൽ കേരള കിടപ്പുണ്ട്, അതിൻ്റെ തൊട്ട് പുറകിൽ ഇന്റർസിറ്റി കിടപ്പുണ്ട്. ശുഭം എല്ലാം കൂടെ കയറി മിക്കവാറും ഓവർടേക്ക് അടിക്കും. ഇവർ ഷാലിമാറിനെ കയറ്റി വിടാനുള്ള പ്ലാൻ ഇല്ലെന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ ഭാരതപ്പുഴ ഷാലിമാർ ഇപ്പോൾ ലക്കിടി എങ്ങാണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ അറിയില്ല, ഇതിങ്ങനെ വിട്ടേതെങ്കിൽ പൊക്കോളും. കാരണം ഇതിന് സെക്കൻഡറി മെയിൻ്റനൻസ് ഉള്ളതാണ് ആലപ്പുഴയിൽ. വണ്ടി 2ആയിട്ട് മുറിച്ച് മെയിൻ്റനൻസ് ചെയ്യേണ്ട, അപ്പോൾ സമയം വേണം. അപ്പോൾ അറിയില്ല, എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ ട്രിവാൻഡ്രം ഡിവിഷനിൽ കയറുമ്പോൾ അവരെന്താ ചെയ്യുന്നത് അറിയത്തില്ലല്ലോ. ഇപ്പോൾ കണ്ട് വടക്കാഞ്ചേരി സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. 4 മണിക്കൂർ 22 മിനിറ്റാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി ലേറ്റ് ആയിട്ട് ഓടുന്നത്. വടക്കാഞ്ചേരി സ്റ്റേഷനെ ഇപ്പോൾ പുതിയതായിട്ട് റീബിൽഡ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതിൽ പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു അത്. ഇതുണ്ട് സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ എൻട്രൻസ് നല്ല അടിപൊളിയാക്കി അവർ പണിതിട്ടുണ്ട്. പിന്നെ രാത്രിയിൽ അന്ന് കണ്ടപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു അവിടെ കാണുന്നത്. ഇവിടെ മതിലുള്ള വഴി കാണത്തില്ല. പിന്നെ ഇവിടെ ബിൽഡിങ്ങും കാണാം. പ്ലാറ്റ്ഫോമൊക്കെ എന്ത് വൃത്തിയാണെന്ന് കണ്ടോ. മറ്റേ കട്ടയൊക്കെ ഇട്ടിട്ടേ ഒരു ചെളിയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇപ്പം നല്ല അടിപൊളി സീറ്റും നല്ല എൻട്രൻസും സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല വൃത്തിയുണ്ട്. ഇവിടെ ചെറിയൊരു കാറ്ററിംഗ് സ്റ്റോളും ഉണ്ട് കേട്ടോ. അടിപൊളിയല്ലേ. ഈ വണ്ടികൾ ഈ വടക്കാഞ്ചേരി സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന ഈ ലൂപ്പ് ട്രാക്കിൻ്റെ സ്പീഡ് ഭയങ്കര സ്ലോ ആണ്. 15 or 20 എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഭയങ്കര പയ്യാണ് ട്രെയിൻ കയറുന്നത് ഇവിടെ. മണിക്കൂർ 22 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്നും വിട്ടിരിക്കുകയാണ്. ഇനി എന്തായാലും ഒരു 1.5 മണിക്കൂറിൽ നമ്മൾ എറണാകുളം എത്തും കേട്ടോ. ഇപ്പം സമയം 3 മണിയായി. ഭാഗ്യത്തിന് പുറകിലുള്ള ആ ഗ്യാങ് കയറി ഓവർടേക്ക് അടിച്ചിട്ടില്ല കേട്ടോ. ഷാലിമാർ, കേരള, ഇന്റർസിറ്റി അവരിപ്പോഴും പുറകിൽ തന്നെ. ഒരു കോമഡി കേൾക്കണം. നമ്മുടെ തൊട്ട് പുറകിൽ ഷാലിമാറിനായിരുന്നു. ഷാലിമാർ ട്രിവാൻഡ്രം പാലക്കാട് എത്തിയപ്പോൾ അത് പാലക്കാട് ഹോം സിഗ്നൽ വന്ന് കിടന്നതാണ്. എന്നിട്ട് നമ്മൾ സേഫായിട്ട് നമ്മളിങ്ങ് വരും. നമ്മുടെ മുന്നിലും പുറകിൽ ആരുമില്ല. എന്നിട്ട് ഷാലിമാറിൻ്റെ പുറകിൽ കേരള ഉണ്ടായിരുന്നു, കേരളയുടെ പുറകിൽ ഇന്റർസിറ്റി ഉണ്ടായിരുന്നു. ഷാലിമാറിനെ മാന്നന്നൂരെ കണ്ട് വെച്ചിട്ട് ഇത് രണ്ടും കയറി ഓവർടേക്ക് അടിച്ചു. എന്നിട്ട് ഭാരതപ്പുഴ അവിടെ കണ്ട് വെച്ചിട്ട് വേനാടൻ കയറിപ്പോയി. എന്നിട്ട് എല്ലാത്തിനും പുറകിൽ ഇപ്പോൾ ഷാലിമാർ വരുന്ന പോലെ എന്തോ പരിപാടിയൊക്കെ നോക്കണേ. നമ്മളങ്ങനെ ഓടി വന്നപ്പോഴേക്കും നമ്മളിപ്പോൾ ഏറനാടിൻ്റെ തൊട്ട് ബാക്കിലായി കേട്ടോ. ഏറനാട് ഇപ്പം ചോര അതിനതേ ഉള്ളൂ. നമ്മൾ അങ്കമാലിയായി. അപ്പം അങ്കമാലി നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മുടെ ശബരിമല പാതയാണ് ഇവിടെ നിന്നുള്ളത്. അതൊക്കെ യാഥാർത്ഥ്യമായാലും ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതൊക്കെ എത്ര കൊല്ലം എടുക്കുമായിരിക്കും അല്ലേ. ഇവിടെ അങ്കമാലി ചവിട്ടാൻ പോവാം കേട്ടോ. ഇവിടെ ചവിട്ടുകയാണ്. മറ്റേ ഏറനാട് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഏറനാട് ഇവിടെ എന്തോ ചവിട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ട്രാക്ക് വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടിയും പയ്യെ പോകുന്നത്. നമ്മുടെ അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ 3 അമൃത ഭാരതിൽ നമ്മൾ ഒരെണ്ണം ചെയ്തായിരുന്നു. ബാക്കി 2 നമ്മൾ ചെയ്യാൻ പോവാണ്. ചർലപ്പള്ളി കൊച്ചുവേളിയും പിന്നെ ട്രിവാൻഡ്രം താമ്പരവും. ഇത് 2 നമ്മൾ ചെയ്തില്ലായിരുന്നു വീഡിയോ. അപ്പോൾ അതിൻ്റെ 2 വീഡിയോ ആണ് ഇനി അടുത്ത് വരാൻ പോകുന്നത് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ വണ്ടിയുടെ വീഡിയോസാണ് നിങ്ങൾ അടുത്ത കാണാൻ പോകുന്നത് കേട്ടോ. ആദ്യം ചർലപ്പള്ളി കൊച്ചുവേളിയും പിന്നെ
താമ്പരം അമൃതഭാരതും. ഒരു എയർ ഇന്ത്യ വിമാനം കണ്ട് ലാൻഡ് ചെയ്ത് ടാക്സി ചെയ്യുക കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ അവിടെ കണ്ട് ചവിട്ടുകയാണ്. ഇപ്പോൾ ഒരു വിമാനം ഇതിലേ വരണമല്ലേ, പക്ഷെ അപ്പുറത്തൂടെയാണ് ലാൻഡിങ് ഒക്കെ. ഞാൻ കണ്ടായിരുന്നു ഇപ്പോൾ ലാൻഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ധൻബാദിൻ്റെ കോച്ചുകളൊക്കെ ഇപ്പം നല്ല നൈസാണ് കേട്ടോ. 2 ടയർ ആണെങ്കിലും സ്ലീപ്പർ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. നേരത്തെ ഉള്ളതിനെക്കാട്ടും ബെറ്റർ എന്ന് പറയാം. നേരത്തെയൊക്കെ ഭയങ്കര മോശമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് ധൻബാദിൻ്റെ കോച്ചുകളൊക്കെ. എറണാകുളം എത്താറാകുമ്പോൾ എല്ലാ വണ്ടി ഇതുപോലെ തന്നെ ഉരുട്ടിയേ പോകത്തുള്ളൂ. നമുക്ക് കണ്ട നമ്മുടെ തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് കണ്ട് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്നു. നമ്മളിവിടെ ചവിട്ടാൻ പോവാണ് എറണാകുളത്ത് കേട്ടോ. അവിടെ മുന്നിൽ ഏറനാട് പോയിട്ടുണ്ട്. അപ്പോൾ അത് സൗത്തിൽ കയറിയിട്ടല്ലേ വിട്ടിട്ട് മിക്കവാറും ഇതിനെ വിടത്തുള്ളൂ. തിരുവനന്തപുരം നോർത്ത് ഹൂബ്ലി സൂപ്പർ ഫാസ്റ്റ് കയറി വരുമായിരുന്നു കേട്ടോ. ഈ ലോക്കോ കേട്ടോ നിങ്ങൾ, ഇത് ഹൂബ്ലിയുടെ ലോക്കോ ആണ്. ഇത് സൈഡിൽ കണ്ടോ കർണാടകയിലെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള അവരുടെ സ്ഥലങ്ങളുടെ ഒരു ഗ്രാഫിക്സ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. നോക്കിയേ, നമ്മ കർണാടക എന്ന് പറയും ഒരു ലിവറിക്ക് ഇവർ. കണ്ടോ, അടിപൊളിയല്ലേ. ഹൂബ്ലിയുടെ ലോക്കോ ആണ് കണ്ടോ. ഇത് ജനറലൊക്കെ കാര്യമാണല്ലോ. നോക്ക്, ഒറ്റ മനുഷ്യല്ല ജനറലൊന്നും. ഫ്രണ്ടിൽ കേരള പോയിട്ടുണ്ടല്ലോ, അതാണ് ജനറൽ ആൾക്കാർ കുറവ്. നമ്മൾ എറണാകുളം ടൗണിൽ നിന്ന് എടുത്ത് ജംഗ്ഷനിലേക്ക് പോകാനേ. അങ്ങനെ 10-12 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടി ഇപ്പം 4 മണിക്കൂർ 10 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇവിടെ എറണാകുളം ജംഗ്ഷനിൽ കയറുന്നത്. പ്ലാറ്റ്ഫോം 3-ലാണ് നമ്മുടെ ധൻബാദ് ആലപ്പുഴേനെ ഇവർ കയറ്റുന്നത് കേട്ടോ, എറണാകുളം ജംഗ്ഷനിൽ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സംഭവബഹുലമായ ഒരു വീഡിയോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി വിശ്വസിക്കുന്നത്. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ലാസ്റ്റ്. അപ്പോൾ അടുത്ത നമ്മൾ അമൃതഭാരത് യാത്രയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ട്രിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയും. ഈ ട്രിപ്പിൽ ഏറെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അമൃതഭാരത് യാത്രയായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.